അർജുൻ, വീണ്ടും എന്തിനാ ഇയാള് വിളിക്കുന്നത്? ഇനി മേലാൽ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാനായിരിക്കും. ഇനി അതോ വഴക്ക് പറഞ്ഞത് മതിയാവാഞ്ഞിട്ട് അടിക്കാൻ വിളിക്കുന്നതാണോ? എന്റെ കൈയും കാലും ഒക്കെ ഒടിക്കുമെന്നാ തോന്നുന്നത്. എന്തു പറ്റി ഇത്ര വേഗം അങ്ങ് പോകുന്നത്? വാ, അകത്തേക്ക് വാ. എന്താ അർജുൻ, വല്ല ഫോണും വന്നോ? അല്ല, ഇയാൾക്കെന്താ ഭ്രാന്തായോ? അല്ല, വീട് വിട്ട് പുറത്തു പോകാൻ പറഞ്ഞത് ഇയാളല്ലേ? എന്നിട്ടിപ്പോ പെട്ടെന്ന് പോവാണോ എന്ന് ചോദിക്കുന്നു. സാർ, അത് ഇപ്പോഴായിട്ടല്ലേ? എന്താ ഫോൺ വന്നതോ? ഇതാ നോക്ക്, അർജുൻ എന്റെ മകളെ ഇവിടം വരെ കൊണ്ടുവന്നാക്കിയതല്ലേ, അപ്പൊ പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാൻ പറ്റുമോ? അർജുൻ അകത്തേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. അത് മാത്രമല്ല, എനിക്ക് അർജുനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വാ, അകത്തേക്ക് വാ. സാർ, അത് എന്താന്ന് വെച്ചാ? നോ മോർ എക്സ്പ്ലനേഷൻ. താൻ അകത്തേക്ക് വന്നേ പറ്റൂ. വാ. അയ്യോ മഹാദേവ, ഇയാൾക്ക് എന്താ രണ്ട് മുഖമാണോ ഉള്ളത്? ഇയാളോട് സംസാരിക്കുമ്പോ എന്തായാലും സൂക്ഷിക്കണം. ദൈവമേ, എന്നെ ഒന്ന് കാത്തോണേ. അർജുനിപ്പോ എന്ത് ചെയ്യാ? സാർ, ഞാനിപ്പോ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുക. വാവ്, ഞാനും സിവിൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. പക്ഷേ ഞാൻ ആരുടെ കീഴിലും ജോലി ചെയ്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. അറിയാം സാർ. അറിയാമെന്നോ? അതെങ്ങനെ? അന്ന് നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ വിസിറ്റിംഗ് കാർഡ് തന്നിരുന്നു. ഓ, അത് ശരി. താൻ വലിയ ബുദ്ധിമാനാ. എന്ത് ചെയ്യാനാ സാർ, നമ്മുടെ ഈ ബുദ്ധിയൊന്നും ആർക്ക് മനസ്സിലാവില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സാർ, നമ്മുടെ ഈ ബുദ്ധിയൊന്നും ആർക്ക് മനസ്സിലാവില്ല, അതാ. ഓക്കെ, ഇനി എന്താ തന്റെ പ്ലാൻ? ഒന്നുമില്ല സാർ, സാറൊരു അവസരം തന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാലെന്ന് വിചാരിക്കാം. എന്താ പറഞ്ഞേ? കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതം തരണമെന്നോ? അതെ സാർ, സാർ അവസരം തന്നാ ജോലി വാങ്ങി സെറ്റിലായി കല്യാണം കഴിക്കാലോ, അതാ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോയിൻ ചെയ്താലൊന്ന് ആലോചിക്കുക. എന്താകുമെന്ന് അറിയില്ല. ആക്ച്വലി ഞാനും ഒരു അസോസിയേറ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിരുന്നു. 3-4 പേര് വരികയും ചെയ്തു. പക്ഷെ ആരും അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെയാണെങ്കിൽ ആ ജോലി എനിക്ക് തരുമോ സാർ? എനിക്ക് ആ ജോലി സ്യൂട്ടാവും സാർ. ഒരു ജോലിയുടെ കൂടെ മറ്റൊരു ജോലിയും കൂടി ആയിക്കോളും. മറ്റൊരു ജോലിയോ? അതെന്താ? അത് തന്നെയാ സാർ, എന്റെ കല്യാണക്കാര്യം. ജോലിയൊക്കെ വാങ്ങി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സമാധാനമായിട്ട് കല്യാണം കഴിക്കാമല്ലോ. ജോലി തരാമോ സാർ? ജോലിയൊക്കെ തരാം. അതിന് അറ്റ്ലീസ്റ്റ് 2-3 years എങ്കിലും എക്സ്പീരിയൻസ് വേണം. അർജുന് എക്സ്പീരിയൻസ്? അയ്യോ ഉണ്ട് സാർ, ഞാൻ ഇതിനു മുന്നേ വിഷ്ണു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നേ. അങ്ങനെയാണെങ്കിൽ അർജുന് വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ മകൻ കരണിനെയും നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. പരിചയം മാത്രമല്ല സാർ, 23 വർഷമായിട്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. എന്താ 23 വർഷമോ? അത് 2-3 വർഷം എന്ന് പറയാൻ വന്നപ്പോ 2-3 കൂടി ചേർന്നിട്ട് അറിയാതെ 23 പറഞ്ഞു പോയതാ സാർ. അതിരിക്കട്ടെ, അവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ എന്താ കാരണം? അങ്ങനെ കാരണമൊന്നും ഇല്ല സാർ. ഒരേ കമ്പനി തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നോളജ് ഒരിക്കലും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. അത് മാത്രമല്ല, പുതിയ കുറെ മാർക്കറ്റിംഗ് ഐഡിയാസ് കൂടാതെ പുതിയ പുതിയ പ്ലാൻസിനെ പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അതാ സാർ. ഗുഡ്. അർജുന്റെ ഈ തോട്ട്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് മാത്രമല്ല, അർജുൻ എന്റെ കമ്പനിയിൽ ജോലിയും തരുന്നു. പിന്നെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വിഷ്ണു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വിളിപ്പിക്കുവോ? ഷുവർ സാർ. കരൺ സാർ ഫോൺ ചെയ്താൽ മതിയോ സാർ? ഷുവർ, വൈ നോട്ട്. അത് മതി. 1 second സാർ, ഞാൻ വിളിക്കാം. ഓക്കെ. അച്ഛൻ അവരോട് എന്താ പറഞ്ഞേ? എന്തുകൊണ്ടാ നമ്മുടെ പേരിൽ അവർ ആക്ഷൻ എടുക്കാതെ പോയേ? നീ ആരെ പറ്റിയാ ചോദിക്കുന്നേ? അച്ഛൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഓ, ആ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ കുറിച്ചാണോ ചോദിച്ചത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. കുറച്ച് ക്യാഷ് പിള്ളേരുടെ കൈ കൊടുത്തയക്കാന്ന് പറഞ്ഞു. എന്നുവെച്ചാ കൈക്കൂലി കൊടുക്കാന്ന് പറഞ്ഞോ?
ഇതൊക്കെ തെറ്റല്ലേ? തെറ്റ് ചെയ്യാതെ വലിയവനാകാൻ പറ്റില്ല മോനെ. ഉന്നതിയിലെത്തിയതിനു ശേഷം നമ്മൾ തെറ്റിയതെന്ന് പറഞ്ഞാലും അതാരും വിശ്വസിക്കത്തുമില്ല. ഇത് ലോകത്തിന്റെ നീതിയാ. നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ പോയി ജോലി ചെയ്യേ. ഹലോ. ഹലോ ഏട്ടാ, അച്ഛൻ അടുത്തുണ്ടെങ്കിൽ ഒന്നും മിണ്ടണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. ആക്ച്വലി ഞാൻ അനന്യയുടെ അച്ഛനോട് ജോലിയുടെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ എന്നോട് എക്സ്പീരിയൻസിന്റെ കാര്യം ചോദിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ കമ്പനിയുടെ പേരും ഏട്ടന്റെ പേരുമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ റെഫറൻസിന് വേണ്ടി ഏട്ടനോട് സംസാരിക്കണമെന്ന് അതാ ഇപ്പൊ ഫോൺ ചെയ്തേ. എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ശരി, അവർക്ക് ഫോൺ കൊടുക്ക, ഞാൻ സംസാരിക്കാം. ആ ശരി, 1 സെക്കൻഡ്, ഞാൻ ഇപ്പൊ കൊടുക്കാം. സർ, വിഷ്ണു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മാനേജിംഗ് പാർട്ട്ണർ കരൺ ലൈനിലുണ്ട്. ഹലോ മിസ്റ്റർ കരൺ, എന്തൊക്കെയുണ്ട്? ഹൈവേ കോൺട്രാക്ട് നിങ്ങൾക്കല്ലേ കിട്ടിയിരിക്കുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. നിങ്ങളെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഏയ് ഒന്നുമില്ല. മിസ്റ്റർ അർജുന് എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്ന്. അർജുൻ ഇതിനു മുമ്പ് നിങ്ങളുടെ കമ്പനിയിലായിരുന്നില്ല ജോലി ചെയ്യുന്നത്. അർജുനെ പറ്റിയുള്ള അഭിപ്രായം? ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ സർ. ഓക്കെ സർ, ബൈ. ആരാ ഫോൺ ചെയ്തത്? അത് പ്രകാശ, ഇവിടെ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാ. അയാള് പുതിയതായിട്ട് എവിടെയോ ജോലിക്ക് ചേർന്നു. റെഫറൻസിന് വേണ്ടി ഫോൺ ചെയ്തതാ. ഓ, അതാണോ? കരൺ, ഞാൻ നിന്റെ കയ്യിലൊരു ഫയൽ തന്നിരുന്നില്ലേ, അതും കൊണ്ടുവാ. ശരി അച്ഛാ. മിസ്റ്റർ അർജുൻ, യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സോ മച്ച് സാർ. സാർ എനിക്ക് ജോലി തരൂല്ലെന്ന് നല്ല പേടി ഉണ്ടായിരുന്നു. എന്താ അർജുൻ, തന്നെ പോലൊരു നല്ല പയ്യന് ജോലി കൊടുത്തില്ലെങ്കിൽ വേറെ ആർക്ക് കൊടുക്കാനാ? പക്ഷേ ജോലിക്കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റാ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ എനിക്കും ജോലി വേഗം പഠിക്കാൻ പറ്റൂ. എന്താ ഇത്? ജോലിയുടെ പേരും പറഞ്ഞ അർജുൻ എന്നും ഇവിടെ വന്ന അതൊരു വലിയ ശല്യമാവുമല്ലോ. അച്ഛനോട് കല്യാണം കഴിക്കണമെന്നും എന്നെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഞാൻ വീണ്ടും പ്രശ്നത്തിലാവും. കല്യാണം, ഭർത്താവ്, കുട്ടികൾ, ഇതൊന്നും അല്ല എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം പ്രതികാരമാണ്. ഞാനിതൊക്കെ ഇവരോട് എങ്ങനെ പറയും? അനന്യ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വാ മോളെ. അനന്യ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? സാർ, അത് പിന്നെ അത് അന്നൊരു ദിവസം അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നല്ലോ. അതല്ലാതെ മുമ്പ് കണ്ടിട്ടില്ല. ഇല്ലല്ലോ? അതെ സാർ. അന്ന് സാറിന്റെ കൂടെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പോഴേ ഈ കുട്ടിയെ കാണുന്നത്. ഇറ്റ്സ് ഓക്കെ. ബൈ ദ വേ അർജുൻ, ഇതെന്റെ മകളാ അനന്യ. ഹായ്. നമസ്കാരം. നമസ്കാരം സാർ. സാറിനെ പോലെ സാറിന്റെ മകളും നല്ല കുട്ടിയാ. അനന്യെ, നാളെ മുതൽ അർജുൻ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാ. ഇപ്പൊ ഞാൻ അവനെ അപ്പോയിന്റ് ചെയ്തതേ ഉള്ളൂ. സാർ, നാളെ ഡയറക്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് വരണോ അതോ ഇനി ഓഫീസിലേക്ക് വരണോ? ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓഫീസിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്ത് പറയുന്നു സാർ? വൈ നോട്ട്? ഇവിടെ വന്നോളൂ, നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ സാർ.
ഒരു മിനിറ്റേ. ഇങ്ങോട്ട് നോക്കാൻ തന്നെയാ. തന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ജോലിക്ക് കയറിയത് തനിക്കും ഇഷ്ടമായി കാണുമെന്ന് എനിക്കറിയാം. സ്നേഹിക്കുന്ന പെണ്ണിനെ ദിവസം കാണാനുള്ള ഭാഗ്യം ഏത് ചെറുക്കനാ ഉണ്ടാവുക? പോരാത്തിന് രണ്ടുപേരും അടുത്തടുത്ത ഗ്രാമത്തിലല്ലേ താമസം. ഞാൻ ബാംഗ്ലൂരും താൻ മൈസൂരിലാണ് താമസിച്ചിരുന്നെങ്കിൽ അയ്യോ, ആലോചിച്ചപ്പോഴേ പേടിയാവുന്നു. ഓക്കെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. താൻ ഐ ലവ് യു പറഞ്ഞ പോലൊരു ഫീലാ എനിക്ക്. എന്തെന്നറിയോ, ഇനി ദിവസം തന്റെ മുഖം കാണാം, പിന്നെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തന്നോട് എനിക്ക് സംസാരിക്കുകയും ചെയ്യാം. അതുകൊണ്ടാ. നോക്കെന്റെ അനന്യ, ഞാനിവിടെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ജോലിക്ക് കയറി തന്നെ നിന്നെ കാണാനാ. തന്നെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് താൻ കാത്തിരുന്നോ? എന്തൊക്കെ സംഭവിച്ചാലും താൻ എന്റേതായി മാറിയിരിക്കും. നീ തന്നെ എന്റെ അടുത്ത് വന്ന് എന്റെ ഈ കാതില് ഒരുപാട് സ്നേഹത്തോടെ ഐ ലവ് യു എന്ന് പറയുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. നന്മയുള്ളവർക്ക് എപ്പോഴും നല്ലതേ സംഭവിക്കൂ. ഡോണ്ട് വറി. തന്റെ ലക്ഷ്യം എന്ത് തന്നെയായാലും ശരി, അതിന് എന്താണെങ്കിലും തന്റെ കൂടെ ഞാൻ ഉണ്ടാവുന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. താനെന്താ പേടിച്ച് മാഞ്ഞ പോലെ നിൽക്കുന്നെ? കണ്ണില് പ്രണയമാ ഉണ്ടാവേണ്ടത്, അല്ലാതെ ഇങ്ങനെ പേടിയല്ല. എന്തിനാ പരിഭ്രമിക്കുന്നെ? സങ്കടപ്പെടുന്ന എന്തിനാ? തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരിക്കലും അന്യനായ ഒരാളൊന്നും അല്ല. ഈ ജീവിതം തന്നെ തനിക്ക് വേണ്ടി സമർപ്പിച്ച ഒരാളുടെ മുന്നില. കണ്ണിലൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം, ശ്വാസത്തിൽ സ്നേഹവും ഉണ്ടായിരിക്കണം. ഈ ചുണ്ടുകളിൽ എപ്പോഴും പുഞ്ചിരിയ വിരിയേണ്ടത്. കണ്ണുകളിൽ ആർദ്രത ഉണ്ടാവണം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ നമ്മെ തന്നെ സ്വയം മറക്കണം. ഐ റിയലി മിസ്സിംഗ് യു അനന്യ. തനിക്ക് ദേഷ്യം വന്നാലും സുന്ദരിയാണെന്നുള്ള കാര്യം തനിക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? അർജുൻ, നീ എനിക്കുള്ളതാടാ. നിന്റെ സ്നേഹം എനിക്ക് മാത്രമുള്ളതാ. നീ എന്നെ തന്നെ കല്യാണം കഴിക്കണം. അതിനു വേണ്ടിട്ടാ ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ഇവിടെ വരെ വന്നത്. എനിക്ക് നീ എന്ന് വെച്ച ഭ്രാന്താടാ അർജുനെ. പക്ഷെ അവന് എന്നോട് എന്ത് ടൈപ്പ് ഫീലിംഗാ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ബട്ട് ഇനി നിനക്ക് എന്നോട് പ്രേമൊന്നും ഇല്ലെങ്കിലും അത് വരുത്താനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കാരണം എന്താന്ന് വെച്ചാ, ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ ഇരിക്കാൻ അവന്റെ മമ്മി എനിക്ക് പെർമിഷൻ തന്നു. ഇല്ല, ലൈസൻസ് തന്നു. ഇനി അങ്ങോട്ട് എന്റെ ഫുൾ ടൈം ജോബ് എന്താണെന്നറിയോ? നിന്നെ ഇംപ്രസ് ചെയ്ത് നിന്നെ എന്റെ വലയ്ക്കുള്ളിലാക്കി നീ എന്നെ കല്യാണം കഴിക്കണം. നീയുണ്ടല്ലോ എനിക്ക് മാത്രം സ്വന്തം ആവേണ്ടവനാ. ഐ ലവ് യു സോ മച്ച് അർജുൻ. ഉണ്ടായിരിക്കുമല്ലോ ഞാൻ, അതും ഒരു പേടിയും ഇല്ലാതെ. എല്ലാം മഹാദേവന്റെ കൃപ.
യു ആർ മൈ സോൾ അനന്യ. നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാ തന്റെ അച്ഛനടുത്ത് ജോലിക്ക് കയറിയെന്ന്. എന്തിനാന്ന് വെച്ചാ തന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യിച്ച് എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ ഈ കല്യാണം വളരെ ആഘോഷമായിട്ട് നടത്തണം. ഉറപ്പായിട്ടും അങ്ങനെ നടന്നിരിക്കും. ഈ അർജുന്റെ പ്രണയം അത് തനിക്ക് വേണ്ടി മാത്രമാ. ജയ് മഹാകാല. സ്വാമി, എന്നെ എന്തായി ചെയ്തത്? ദയവ് ചെയ്ത് എന്നെ മോചിപ്പിച്ചാലോ? മോചിപ്പിക്കാനോ? നിന്നെ ഞാൻ മോചിപ്പിക്കാനോ രുദ്ര? ഇപ്പോഴെങ്കിലും നീ സമ്മതിക്കുന്നോ എന്റെ ശക്തി എന്താണെന്നാ? എനിക്ക് മനസ്സിലായി സ്വാമി. അങ്ങയുടെ ശക്തിയിൽ ഞാൻ സംശയിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. എന്നോട് ക്ഷമിച്ചാലും വീണ്ടും എന്നെ പഴയ രൂപത്തിലാക്കിയാലും. ഇപ്പോ നിനക്ക് എന്റെ കഴിവും ശക്തിയും എന്താണെന്ന് മനസ്സിലായോ രുദ്ര? നിന്റെ ഈ ഗുരുവിനെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നോ നീ? എന്നോട് ക്ഷമിച്ചാലും സ്വാമി. ക്ഷമിച്ചിരിക്കുന്നു. നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് മാത്രം നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ജയ് മഹാകാല. സ്വാമി, എനിക്ക് മാപ്പ് തന്നാലും ഞാനിതിനെ ഒരിക്കലും ആവർത്തിക്കില്ല. ശരി സ്വാമി, വീണ്ടും ആ നാഗകന്യകയെ സഹായിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചാലും അവനെ കൊന്നിട്ട് ആ നാഗകന്യകയെ വേട്ടയാടാം. കണ്ടുപിടിക്കാം, തീർച്ചയായും കണ്ടുപിടിക്കാം. ജയ് മഹാകാല. എന്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ ബന്ധിച്ച നാഗകന്യകയെ ഏത് ശക്തിയാണ് രക്ഷിച്ചത്? ഏത് ശക്തിയാണ് ആ നാഗകന്യകയ്ക്ക് എന്റെ ശക്തിയെ മറികടന്ന് സഹായം ചെയ്തത്? പറയൂ കാലഭൈരവ, പറയൂ. അതാരാണെന്ന് എനിക്ക് കാട്ടിത്തരൂ. ആ, ജയ് മഹാകാല. ജയ് മഹാകാല. ഇതെന്താ സ്വാമി ശിവലിംഗ രൂപം കാണുന്നത്? എന്നുവെച്ചാൽ നാഗകന്യകയെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ ആ മഹാദേവനാണ്. അതെ രുദ്ര, മഹാദേവൻ തന്നെയാണ് അവളെ പല രൂപത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ നാഗകന്യക നമുക്ക് പിടിതരാതെ രക്ഷപ്പെടുന്നത്. എന്താ സ്വാമി ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോ ആ നാഗകന്യക 10 വർഷത്തോളം ആ മഹാദേവനെ തപസ്സനുഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം അവൾ വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് സ്വന്തം ശക്തിയെ കൂടാതെ ശിവശക്തിയും അവൾക്കൊപ്പമുണ്ട് രുദ്ര. ഇനി അവളെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ശക്തിയോടൊപ്പം നീയും ശക്തിയുള്ളവനായി തീരണം. ചില മന്ത്രതന്ത്ര ശക്തികൾ വശത്താക്കണം. അത് നേടണമെങ്കിൽ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും രുദ്ര.
അതിന് നീ തയ്യാറാണോ? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും സ്വാമി. ആ നാഗകന്യകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും സ്വാമി. അതിന് എത്ര ബുദ്ധിമുട്ടിയാലും ശരി. രുദ്ര, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു തരാം. ഇന്ന് പൗർണമിയാണ്. പൗർണമിയുടെ അന്ന് നമ്മൾ രണ്ടുപേരും കാലഭൈരവ മന്ത്രം ചൊല്ലി അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടേണ്ടതുണ്ട്. അപ്പോൾ നിനക്ക് ചില വിശിഷ്ട ശക്തികൾ ലഭിക്കും.